നമസ്കാരം. സഹകാരി റേസ്ലെസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എന്താണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് പ്രധാനമായിട്ടും വരുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനി വരുന്ന എക്സാമുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ടോപ്പിക്സ് ഏതാണെന്ന് നോക്കിയിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളത് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു സീരീസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാടാം, ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ ഇന്ന് ആദ്യം നോക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ എല്ലാ PSC ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഫ്രഞ്ച് വിപ്ലവത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് പ്രധാനമായിട്ടും വരുന്നത് ഏത് ഭാഗത്ത് നിന്നാണ്? നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് മിക്ക ചോദ്യങ്ങളും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിൽ രണ്ടാമത്തെ ചാപ്റ്റർ, സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഇതിൽ പറയുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിനെ കുറിച്ചാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഇനി ഒരു എക്സാമിന് പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാടാ, ക്ലാസ്സിലേക്ക് പോവാം. ആദ്യം ശ്രദ്ധിച്ചോ, നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ നോക്കാവേ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അപ്പൊ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 3 പ്രസ്താവനകൾ നിങ്ങൾക്കായിട്ട് 4 പ്രസ്താവനകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രസ്താവന നോക്കിക്കേ. ഫ്രാൻസിൽ നിലനിന്നിരുന്ന ബൂർബൺ രാജവംശം ജനങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഭരണകൂടം സ്ഥാപിച്ചു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നേ? ദൈവദത്താധികാര സിദ്ധാന്തം എന്ന ആശയം ഫ്രാൻസിലെ രാജാക്കന്മാർ തങ്ങളുടെ ഭരണത്തിന് നീതീകരണമായി ഉപയോഗിച്ചിരുന്നു. മൂന്നാമത് പറയുന്നു, എസ്റ്റേറ്റ്സ് ജനറൽ എന്ന പാർലമെന്റ് ഫ്രാൻസിൽ നിലനിന്നിരുന്നു, എന്നാൽ വളരെ കാലമായി അത് വിളിച്ചു കൂട്ടിയിരുന്നില്ല. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? ഞാനാണ് രാജ്യമെന്ന് പ്രഖ്യാപിച്ചത് ലൂയി 16 രാജാവായിരുന്നു. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ശരിയാണോ തെറ്റാണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞേ? ഫ്രാൻസിൽ നിലനിന്നിരുന്ന ബൂർബൺ രാജവംശം ജനങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഭരണകൂടം സ്ഥാപിച്ചു. ശരിയല്ലേടാ? ഫ്രാൻസിൽ അന്ന് ഭരിച്ചിരുന്നത് ആരാണ്? ബൂർബൺ രാജവംശമാണ്. അവരെന്തായിരുന്നു? അവർ സ്വേച്ഛാധിപതികളായിരുന്നു. അവര് ജനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഭരണ രീതിയാണ് മുന്നോട്ട് വെച്ചിരുന്നത്. പ്രസ്താവന എന്താണ്? ഒന്നാമത്തെ പ്രസ്താവന ശരിയാണേ. ഓക്കെ, ഇത് എവിടെയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാവേ, എന്നിട്ട് നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? ദൈവദത്താധികാര സിദ്ധാന്തം എന്ന ആശയം ഫ്രാൻസിലെ രാജാക്കന്മാർ തങ്ങളുടെ ഭരണത്തിന് നീതീകരണമായി ഉപയോഗിച്ചിരുന്നു. ആ പറയുന്ന പ്രസ്താവനയും എന്താണ്ടാ? ശരിയാണ്. ഫ്രാൻസിലെ രാജാക്കന്മാർ എന്തു കൊണ്ടുവന്നു? അവര് ദൈവദത്താധികാര സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം കൊണ്ടുവന്നു. അതായത് ഈ രാജാക്കന്മാർക്ക് ഏറ്റവും കൂടുതൽ കൂറുള്ളത് അവിടുത്തെ ജനങ്ങളോടല്ല, പകരം ആരോടാണ്? ദൈവത്തിനോട് ആണ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് ഈ ദൈവദത്താധികാര സിദ്ധാന്തം. അപ്പോൾ അന്നത്തെ രാജാക്കന്മാർ എന്ത് ചെയ്തു? ജനങ്ങളെക്കാൾ കൂടുതൽ, ജനങ്ങൾക്ക് അവരൊരു പ്രാധാന്യവും നൽകിയിരുന്നില്ല. അവരുടെ കടപ്പാട് മുഴുവൻ ആരോടാണ്? ദൈവത്തിനോടാണ്. അവർ ഭരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ് എന്ന രീതിയിലായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു സിദ്ധാന്തത്തെ പറയുന്ന പേരാണ് എന്ത്? ദൈവദത്താധികാര സിദ്ധാന്തം. അപ്പോൾ ബൂർബൺ രാജവംശമായിരുന്നു അന്ന് അവിടെ ഭരിച്ചിരുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ ദൈവദത്താധികാര സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്നു എന്ന് പറയുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ്ട് ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേടാ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? എസ്റ്റേറ്റ്സ് ജനറൽ എന്ന പാർലമെന്റ് ഫ്രാൻസിൽ നിലനിന്നിരുന്നു, എന്നാൽ വളരെ കാലമായി അത് വിളിച്ചു കൂട്ടിയിരുന്നില്ല. അപ്പൊ ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഒരു പാർലമെന്റ് ആയിരുന്നു ഏതെന്ന് പറയുന്നത്? എസ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്നത് ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഒരു പാർലമെന്റ് ആയിരുന്നു. എന്നാൽ ദീർഘകാലമായിട്ട് അത് എന്ത് ചെയ്തിരുന്നില്ല? വിളിച്ചു കൂട്ടിയിരുന്നില്ല. ആ പറയുന്ന പ്രസ്താവനയും എന്താണ്ടാ? ശരിയാണ്. നാലാമത്തെ പ്രസ്താവന പറയുന്നത് എന്താ? ഞാനാണ് രാജ്യം എന്ന് പ്രഖ്യാപിച്ചത് ലൂയി 16 രാജാവായിരുന്നു. ആ പറയുന്ന പ്രസ്താവന ശരിയാണോ? പ്രസ്താവന എന്താണ്? തെറ്റാണ്. ഞാനാണ് രാജ്യം, ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ലൂയി 14 രാജാവായിരുന്നു. അപ്പൊ ഈ പറയുന്ന പ്രസ്താവന എന്താണ്ടാ? പ്രസ്താവന തെറ്റാണ്.
അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവന ഏതാണ് എന്നല്ലേ. ഇപ്പൊ നമുക്ക് ആൻസർ കിട്ടിയില്ലേടാ. ഒന്നാമത്തെ പ്രസ്താവനയും രണ്ടാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയും എന്താണ്? ശരിയാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവ മാത്രമാണ് ശരി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലോട്ട് വരാം. എടാ, അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെക്കുറിച്ചിട്ട് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ശ്രദ്ധിച്ചോ. ഫ്രാൻസിലെ സ്വേച്ഛാധിപത്യ ഭരണക്രമം എന്താണ് ഇതിൽ പറയുന്നതെന്ന് നോക്കിക്കേ. ഫ്രാൻസിൽ നിലനിന്നിരുന്ന സ്വേച്ഛാധിപത്യ രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് എതിരായിരുന്നു ജനമുന്നേറ്റം ഉയർന്നു വന്നത്. അപ്പോൾ ഫ്രാൻസിൽ അന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എന്താണ്, അന്നത്തെ സുഖ സൗകര്യങ്ങൾ ഏറ്റവും കൂടുതൽ കിട്ടിയിരുന്നത് രാജാക്കന്മാർക്കും രാജവംശത്തിൽപ്പെട്ട ആൾക്കാർക്കും മാത്രമായിരുന്നു. സാധാരണക്കാരായ ജനങ്ങളെ അവരൊന്ന് കൺസിഡർ പോലും ചെയ്തിരുന്നില്ല. അവർക്ക് ഒരു മനുഷ്യൻ എന്നുള്ള ഒരു പരിഗണന പോലും കിട്ടാതെ അത്രയ്ക്ക് എന്താണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അത്രയ്ക്ക് ദുസ്സഹകരമായിരുന്നു. അപ്പോൾ ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഈ പറയുന്ന സ്വേച്ഛാധിപത്യ വ്യവസ്ഥയ്ക്കെതിരായിട്ടായിരുന്നു അന്നത്തെ ജനങ്ങൾ എന്ത് ചെയ്തത്? ഒരു പ്രതിഷേധം കൊണ്ടുവരുന്നത്. പതിറ്റാണ്ടുകളായി ഫ്രാൻസ് ഭരിച്ചിരുന്നത് ബൂർബൺ രാജവംശമായിരുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പോൾ ഫ്രാൻസ് ഭരിച്ചിരുന്നത് ആരാണ്ട? ബൂർബൺ രാജവംശമായിരുന്നു. ഈ രാജവംശത്തിലെ ഭരണാധികാരികളെല്ലാം പൊതുവെ സ്വേച്ഛാധിപതികളായിരുന്നു. അപ്പോൾ ഈ ഒരു ബൂർബൺ രാജവംശത്തിന്റെ പ്രത്യേകത എന്താണ്? ബൂർബൺ രാജവംശത്തിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും എങ്ങനെയുള്ള ആൾക്കാരായിരുന്നു? സ്വേച്ഛാധിപതികളായിരുന്നു. അവർ വിശ്വസിച്ചിരുന്നത് എന്താണ്? രാജാധികാരം ദൈവദത്തമാണ് എന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ എന്താണ് ദൈവദത്താധികാര സിദ്ധാന്തം എന്ന് താഴെ പറയുന്നുണ്ട്, നോക്കിക്കേടാ. ദൈവദത്താധികാര സിദ്ധാന്തം അനുസരിച്ച് രാജാവ് ആരുടെ പ്രതിനിധിയാണ്? ദൈവത്തിന്റെ പ്രതിനിധിയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ദൈവദത്താധികാര സിദ്ധാന്തം അനുസരിച്ച് രാജാവ് ആരുടെ പ്രതിനിധിയാണ്? ദൈവത്തിന്റെ പ്രതിനിധിയാണ്. രാജാക്കന്മാർക്ക് അവരുടെ അധികാരം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്? ഈ പറയുന്ന ദൈവദത്താധികാര സിദ്ധാന്തം അനുസരിച്ചിട്ട് രാജാവെന്ന് പറയുന്നത് ആരുടെ പ്രതിനിധിയാണ്? ദൈവത്തിന്റെ പ്രതിനിധിയാണ്. രാജാക്കന്മാർക്ക് അവരുടെ അധികാരം ആരിൽ നിന്ന് ലഭിച്ചതാണെന്ന് അവർ കരുതി? ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ് എന്നവര് കരുതി. അതിനാൽ അവർക്ക് ജനങ്ങളോടല്ല ദൈവത്തോടാണ് അവർ കടപ്പെട്ടിരിക്കുന്നത് എന്നവർ വിശ്വസിച്ചു. അപ്പോ അവർക്ക് അധികാരം കൊടുത്തത് ജനങ്ങളല്ല, മറിച്ച് ദൈവമാണ്. അതുകൊണ്ട് ജനങ്ങളോടല്ല മറിച്ച് ദൈവത്തിനോടാണ് അവർക്ക് എന്താണ് കടപ്പാട് എന്നവര് വിശ്വസിച്ചിരുന്നു. അതിനുശേഷം പറയുന്നു, സ്വേച്ഛാധിപത്യ ഭരണത്തെ പിന്തുണയ്ക്കുന്നവർ ഈ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചു. അപ്പോൾ സ്വേച്ഛാധിപത്യത്തിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാരും അന്ന് ഫ്രാൻസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പറയുന്ന ആൾക്കാർ എന്ത് ചെയ്തു? ഈ പറയുന്ന ദൈവദത്താധികാര സിദ്ധാന്തത്തിൽ വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്രാൻസിലെ ബൂർബൺ രാജാക്കന്മാര് സ്വേച്ഛാധിപതികളായിരുന്നു. എന്തിലാണ് വിശ്വസിച്ചിരുന്നത്? ദൈവദത്താധികാര സിദ്ധാന്തത്തിലായിരുന്നു അവര് വിശ്വസിച്ചിരുന്നത്. നോക്കിക്കേടാ, എസ്റ്റേറ്റ് ജനറൽ എന്ന പേരിൽ ഒരു പാർലമെന്റ് ഉണ്ടായിരുന്നു എങ്കിലും ദീർഘകാലമായി അത് വിളിച്ചു ചേർക്കാതെയാണ് ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ എസ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്ന ഒരു പാർലമെന്റ് അക്കാലത്ത് ഫ്രാൻസിൽ ഉണ്ടായിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചു? ദീർഘകാലമായിട്ട് അതെന്ത് ചെയ്തിരുന്നില്ല? വിളിച്ചു ചേർത്തിരുന്നില്ല. ജനങ്ങൾക്ക് ജനങ്ങളുടെ ആവശ്യം ആരെ അറിയിക്കാൻ? ഭരണാധികാരിയെ അറിയിക്കാൻ അങ്ങനെ അവസരം കിട്ടിയിരുന്നില്ല. 1614 ഈ പറയുന്ന എസ്റ്റേറ്റ് ജനറൽ അവസാനമായി വിളിച്ചു ചേർക്കുന്നത്. അപ്പോൾ അത് പഠിച്ചു വെച്ചോ. അവസാനമായിട്ട് എസ്റ്റേറ്റ് ജനറൽ എന്നാണ് വിളിച്ചു ചേർത്തത്? 1614 അവസാനമായി എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തത്. അതിനുശേഷം പറയുന്നത് എന്താ? ബൂർബൺ രാജാക്കന്മാരിൽ പ്രധാനിയായിരുന്നു ആര്? ലൂയി 14. അപ്പോൾ ഈ ലൂയി 14 എന്തെന്ന് പറഞ്ഞത്? ഞാനാണ് രാഷ്ട്രം. അപ്പോൾ ഞാനാണ് രാഷ്ട്രം, ഞാനാണ് രാജ്യം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 14. ക്ലിയർ അല്ലേടാ? അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫ്രാൻസിലെ സ്വേച്ഛാധിപത്യ ഭരണക്രമത്തെ കുറിച്ചാണ്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചു വെക്കേണ്ട പോയിന്റ്സ് എന്താണ്? 1614 ഫ്രാൻസിൽ അവസാനമായിട്ട് എന്ത് വിളിച്ചു ചേർക്കുന്നത്? ഒരു ജനറൽ അസംബ്ലി അല്ലെങ്കിൽ എസ്റ്റേറ്റ് ജനറൽ. എന്താ ഇവിടെ പറയുന്നത്? എസ്റ്റേറ്റ് ജനറൽ എന്ന പേരിൽ ഒരു പാർലമെന്റ് ഉണ്ടായിരുന്നു. ഇത് അവസാനമായിട്ട് വിളിച്ചു ചേർക്കുന്നത് എന്നാണ്? 1614. അവിടെ ഭരിച്ചിരുന്ന രാജവംശം ഏതായിരുന്നു? ബൂർബൺ രാജവംശമായിരുന്നു. അവർ സ്വേച്ഛാധിപതികളായിരുന്നു. കൂടാതെ അവർ വിശ്വസിച്ചിരുന്ന
എന്തിലാണ് അവർ വിശ്വസിച്ചിരുന്നത്? ദൈവദത്താധികാര സിദ്ധാന്തത്തിലാണ് അവർ വിശ്വസിച്ചിരുന്നത്. എന്താണ് ഈ ഒരു സിദ്ധാന്തം പറയുന്നത്? രാജാവിന് ഏറ്റവും കൂടുതൽ കൂറുള്ളത് ദൈവത്തോടാണ്. കാരണം രാജാവിന് ആ ഒരു അധികാരം കൊടുത്തത് ദൈവമാണ്. അതുകൊണ്ട് ജനങ്ങളോടല്ല, മറിച്ച് ദൈവത്തിനോടാണ് രാജാക്കന്മാർക്ക് കൂറുള്ളത് എന്നാണ് ദൈവദത്താധികാര സിദ്ധാന്തം പറയുന്നത്. അവിടുത്തെ സ്വേച്ഛാധിപതികളായിട്ടുള്ള ആൾക്കാരുടെ ഭരണത്തെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ എന്ത് ചെയ്തു? ഈ ഒരു സിദ്ധാന്തത്തിൽ വിശ്വസിച്ചു എന്നും പറയുന്നുണ്ട്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്, മിക്കവാറും PSC പരീക്ഷകളിൽ ചോദിക്കുന്നത് എന്താണ്? ഞാനാണ് രാഷ്ട്രമെന്ന് വാദിച്ച രാജാവ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ലൂയി 14 ആണ്. ക്ലിയർ അല്ലേടാ? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് SCERT പാഠപുസ്തകത്തിൽ പറയുന്ന കാര്യവും നമ്മൾ പഠിച്ചു. നമുക്കിനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ക്വസ്റ്റ്യൻ പറയുന്നു, 18-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സാമൂഹിക വ്യവസ്ഥിതിയെക്കുറിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഫ്രഞ്ച് സമൂഹത്തെ എസ്റ്റേറ്റുകൾ എന്നറിയപ്പെടുന്ന 3 തട്ടുകളായി തിരിച്ചിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഫ്രഞ്ച് സമൂഹത്തെ എന്ത് ചെയ്തു? അവര് 3 തട്ടുകളായിട്ട് വിഭജിച്ചിരുന്നു. ഒന്നാമത്തെ എസ്റ്റേറ്റ്, രണ്ടാമത്തെ എസ്റ്റേറ്റ്, മൂന്നാമത്തെ എസ്റ്റേറ്റ്, എങ്ങനെ 3 എസ്റ്റേറ്റുകളായിട്ട് അന്ന് നിലനിന്നിരുന്ന ഫ്രഞ്ച് സമൂഹത്തെ അവർ എന്ത് ചെയ്തു? വേർതിരിച്ചു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? കത്തോലിക്ക സഭയിലെ പുരോഹിതർ 1-ാം എസ്റ്റേറ്റിലും പ്രഭുക്കന്മാർ 2-ാം എസ്റ്റേറ്റിലുമാണ് ഉൾപ്പെട്ടിരുന്നത്. പ്രസ്താവന എന്താണ്ടാ? ശരിയാണ്. കത്തോലിക്ക സഭയിലെ പുരോഹിതന്മാർ എന്ത് ചെയ്തു? 1-ാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടപ്പോൾ പ്രഭുക്കന്മാരുണ്ടായിരുന്നത് ഏത് എസ്റ്റേറ്റിലാണ്? 2-ാമത്തെ എസ്റ്റേറ്റിലാണ്. മൂന്നാമത്തെ നോക്കിക്കേ. പുരോഹിതന്മാർ സാധാരണക്കാരിൽ നിന്നും ടൈദ് എന്ന് പറയുന്ന നികുതി പിരിച്ചിരുന്നു. ശരിയാണ്. പുരോഹിതന്മാർ എന്ത് ചെയ്തു? സാധാരണക്കാരിൽ നിന്നും ടൈദ് എന്ന് പറയുന്ന നികുതി എന്ത് ചെയ്തു? പിരിച്ചിരുന്നു. നമ്മുടെ പഴയ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെ തിഥേ എന്നാണ് കേട്ടോ കൊടുത്തിരുന്നത്. ഓക്കെ, തിഥേ. അപ്പോൾ ടൈദ് അല്ലെങ്കിൽ തിഥേ. ഓക്കെ, അപ്പോൾ പുരോഹിതന്മാര് സാധാരണക്കാരിൽ നിന്നും പിരിച്ചിരുന്ന നികുതി ഏതാണ്? തിഥേ അല്ലെങ്കിൽ ടൈദ്. ഓക്കെ. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? വാങ്റ്റിയോം എന്നത് ഭൂ ഉടമകളായ പ്രഭുക്കന്മാർക്ക് സാധാരണക്കാര് നൽകിയിരുന്ന നികുതിയായിരുന്നു. ആ പറയുന്ന പ്രസ്താവന ഇവിടെ എന്താണ്ടാ? തെറ്റാണ്. അതെന്തുകൊണ്ടാണ് തെറ്റായത് എന്ന് നമുക്കിനി ഇതിന്റെ പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രദ്ധിച്ചോ. അപ്പോൾ തന്നിട്ടുള്ളവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്ടാ? 1, 2, 3 മാത്രമാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കിക്കേടാ. ഫ്രഞ്ച് സാമൂഹിക വ്യവസ്ഥിതി. പ്രഭുക്കർ യുദ്ധം ചെയ്യുന്നു, പുരോഹിതർ പ്രാർത്ഥിക്കുന്നു, സാധാരണക്കാർ നികുതി കൊടുക്കുന്നു. ഇത് ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോട്ടാണ് കേട്ടോ. പ്രഭുക്കന്മാർ യുദ്ധം ചെയ്യുന്നു, പുരോഹിതന്മാർ പ്രാർത്ഥിക്കുന്നു, സാധാരണക്കാർ മാത്രം എന്ത് ചെയ്യുന്നു? നികുതി കൊടുക്കുന്നു എന്നത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ട കോട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവം അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നോക്കിക്കേടാ. പുരോഹിതർ 1-ാമത്തെ എസ്റ്റേറ്റിൽ ആരാണുള്ളത്? പുരോഹിതന്മാരാണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ? ശ്രദ്ധിച്ചോ. വളരെ പ്രബലവും സമ്പന്നവുമായിരുന്നു ഫ്രാൻസിലെ കത്തോലിക്ക സഭ. അപ്പോൾ ഫ്രാൻസിലെ കത്തോലിക്ക സഭ എന്തായിരുന്നു? വളരെ സമ്പന്നവും അതുപോലെ തന്നെ വളരെ പ്രബലവുമായിരുന്നു. ഭൂസ്വത്തിന്റെ വലിയൊരു ഭാഗവും സഭയുടെ ഉടമസ്ഥതയിലായിരുന്നു. അപ്പോൾ ഫ്രാൻസിലെ ഭൂസ്വത്തിന്റെ വലിയൊരു ഭാഗവും ആരുടെ കൈകളിലായിരുന്നു? ഈ പറയുന്ന കത്തോലിക്ക സഭയുടെ കൈകളിലായിരുന്നു. പുരോഹിതരെ എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പുരോഹിതരെ എന്ത് ചെയ്തു? എല്ലാത്തരം നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. അപ്പോൾ 1-ാമത്തെ എസ്റ്റേറ്റിൽ ആരാണ് ഉണ്ടാവുള്ളത്? പുരോഹിതന്മാരാണുള്ളത്. വളരെ പ്രബലവും വളരെ സമ്പന്നവുമായിരുന്നു അന്നത്തെ കാലത്തെ ഫ്രാൻസിലെ കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. അപ്പോൾ അന്നുണ്ടായിരുന്ന ഫ്രാൻസിന്റെ സ്വത്തിന്റെ വലിയൊരു ഭാഗവും കൈവശം വെച്ചിരുന്നത് ആരാണ്? കത്തോലിക്ക സഭയായിരുന്നു. കത്തോലിക്ക സഭയുടെ ഉടമസ്ഥതയിലായിരുന്നു വലിയൊരു ഭൂവിഭാഗവും. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞു 1-ാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാരാണ്. ഈ പറയുന്ന പുരോഹിതന്മാരെ ഫ്രാൻസിലുണ്ടായിരുന്ന എല്ലാത്തരം നികുതിയിൽ നിന്നും എന്ത് ചെയ്തടാ? ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ ജോലി എന്താണ്? പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ശ്രദ്ധിച്ചേ. മാത്രമല്ല, അടുത്ത് പറയുന്നു, മാത്രമല്ല അവർ സാധാരണ കർഷകരിൽ നിന്നും ടൈദ് എന്ന നികുതി പിടിച്ചിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതാണല്ലേ, കർഷകരിൽ നിന്നും 1-ാമത്തെ എസ്റ്റേറ്റുകാർ പിടിച്ചിരുന്ന നികുതിയുടെ പേരാണ് എന്ത്? തിഥേ അല്ലെങ്കിൽ ടൈദ്. തിഥേ അല്ലെങ്കിൽ ടൈദ് എന്ന് പറയുന്നത്. 1-ാമത്തെ എസ്റ്റേറ്റുകാര് ആരിൽ നിന്നും? കർഷകരിൽ നിന്നും. പുരോഹിതന്മാര് കർഷകരിൽ നിന്നും പിടിച്ചിരുന്ന നികുതിയാണ് എന്ത്? ടൈദ് അല്ലെങ്കിൽ തിഥേ എന്ന് പറയുന്നത്.
വിളവിന്റെ 10% നികുതിയായിട്ട് നൽകേണ്ടിയിരുന്നത്. അപ്പൊ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വിളവിന്റെ എത്ര ശതമാനമാണ്? 10% എന്ത് ചെയ്യേണ്ടിയിരുന്നത്? നികുതിയായിട്ട് അവർക്ക് കൊടുക്കേണ്ടിയിരുന്നത്. ഇത് സാധാരണ കർഷകർക്ക് പുരോഹിതരോട് വിരോധം തോന്നാൻ ഇടയാക്കി. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കാനുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ആരാ ഉള്ളത്? പുരോഹിതന്മാരാണുള്ളത്. അവരെന്ന് പറയുന്നത് ആരാണ്? അവിടുത്തെ കത്തോലിക്ക സഭയാണ്. അവരായിരുന്നു ഫ്രാൻസിലെ വലിയൊരു ഭൂവിഭാഗവും കൈവശം വെച്ചിരുന്നത്. ഇവർ സാധാരണക്കാരായ കർഷകരിൽ നിന്നും ഒരു നികുതി ചുമത്തിയിരുന്നു. നികുതിയുടെ പേരാണ് ടൈത്. അതെന്ന് പറഞ്ഞത് എന്താണ്? കർഷകര് പുരോഹിതന്മാർക്ക്, ഒന്നാമത്തെ എസ്റ്റേറ്റുകാർക്ക് കൊടുക്കേണ്ട നികുതിയായിരുന്നു ടൈത് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്താ? കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വിളവിന്റെ 10% നികുതിയായിട്ട് ആർക്ക് കൊടുക്കണമായിരുന്നു? ഒന്നാമത്തെ എസ്റ്റേറ്റുകാർക്ക് കൊടുക്കണമായിരുന്നു. ഇതായിരുന്നു എന്ത്? ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാരുടെ കാര്യങ്ങളായിട്ട് പറയുന്നത്. അടുത്ത് നോക്കിക്കേടാ, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ആരാ ഉള്ളത്? പ്രഭുക്കന്മാരാണ്. രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ആരാണുള്ളത്? പ്രഭുക്കന്മാരാണ്. പ്രഭുക്കന്മാരെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിച്ചിടാം. ഭരണരംഗത്തെ ഉയർന്ന സ്ഥാനങ്ങളും സൈന്യത്തിലെ ഉയർന്ന പദവികളും കൈയടക്കി വെച്ചിരുന്നത് പ്രഭുക്കന്മാരായിരുന്നു. അപ്പോൾ ഭരണരംഗത്തെ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളും അതുപോലെ തന്നെ സൈന്യത്തിലെ ഏറ്റവും ഉയർന്ന പദവികളും എല്ലാം കൈവശം വെച്ചിരുന്നത് ആരാണ്? പ്രഭുക്കന്മാരായിരുന്നു. ഇവര് ഭൂ ഉടമകൾ കൂടിയായിരുന്നു. അപ്പോൾ ഈ പ്രഭുക്കന്മാരെന്ന് പറയുന്നത് ആര് കൂടിയാണ്? ഭൂ ഉടമകൾ കൂടിയായിരുന്നു. ആഡംബര ജീവിതം നയിച്ചിരുന്ന പ്രഭുക്കൾ ജനങ്ങളിൽ നിന്ന് വിവിധ നികുതികൾ പിടിച്ചെടുത്തിരുന്നു. അപ്പോൾ പ്രഭുക്കന്മാരെന്ന് പറയുന്നത് രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ട ആൾക്കാരാണ്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡംബര ജീവിതം നയിച്ചിരുന്ന വ്യക്തികളാണ്. മാത്രമല്ല സൈന്യത്തിലാവട്ടെ ഭരണരംഗത്താവട്ടെ എല്ലാ സ്ഥലങ്ങളിലും ഏറ്റവും ഉയർന്ന പൊസിഷൻസ് എല്ലാം കൈവശം വെച്ചിരുന്നത് ഈ പറയുന്ന പ്രഭുക്കന്മാരാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്? ഈ പറയുന്ന സാധാരണക്കാരായ കർഷകരെ ചൂഷണം ചെയ്ത് അവരിൽ നിന്ന് നികുതികൾ ഈടാക്കിയാണ് പ്രഭുക്കന്മാർ എന്ത് ചെയ്തത്? അവര് പിരിച്ചെടുത്തിരുന്നത്. നികുതികൾ അവരിൽ നിന്ന് പിരിച്ചെടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട്. നോക്കിക്കേടാ, 1749 നിയമം അനുസരിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും തങ്ങളുടെ വരുമാനത്തിന്റെ 1/20 സർക്കാരിലേക്ക് നേരിട്ട് നികുതിയായി നൽകണമായിരുന്നു. അപ്പോ പറയുന്നത് എന്താ? 1749 നിയമം അനുസരിച്ചിട്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും എന്ത് ചെയ്യണം? അവരുടെ വരുമാനത്തിന്റെ എത്ര ഭാഗം? 20/1 എന്ത് ചെയ്യണമായിരുന്നു? സർക്കാരിലേക്ക് നേരിട്ട് നികുതിയായിട്ട് കൊടുക്കണമായിരുന്നു. ഈ നികുതിയുടെ പേരാണ് വോങ്തിയം. നികുതിയുടെ പേരെന്താണ്ടാ? വോങ്തിയം. പഠിച്ചു വെച്ചോ. അപ്പോൾ എന്താണ് വോങ്തിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങള് ആർക്ക് കൊടുക്കുന്ന? സർക്കാരിന് കൊടുക്കുന്ന നികുതിയെ പറയുന്ന പേരാണ് വോങ്തിയം. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും സർക്കാരിന് കൊടുക്കേണ്ട നികുതിയെ പറയുന്ന പേരാണ് എന്ത്? വോങ്തിയം എന്ന് പറയുന്നത്. അപ്പോൾ 1749 നിയമം അനുസരിച്ചിട്ട് എല്ലാ വിഭാഗം ജനങ്ങളും തങ്ങളുടെ വരുമാനത്തിന്റെ 1/20 അല്ലേ? എത്ര ഭാഗമാണ്? 1/20 സർക്കാരിലോട്ട് നേരിട്ട് നികുതിയായിട്ട് കൊടുക്കണമായിരുന്നു. ഈ നികുതിയെ പറയുന്ന പേരാണ് എന്ത്? വോങ്തിയം എന്ന് പറയുന്നത്. നോക്കിക്കേ, ആദ്യത്തെ 2 വിഭാഗങ്ങളും ആരൊക്കെയാണ്? ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാരും രണ്ടാമത്തെ എസ്റ്റേറ്റിലെ പ്രഭുക്കന്മാരും എന്ത് ചെയ്തു? രാജാവിന് ഒരു ചെറിയ തുക മാത്രം നൽകി തന്ത്രപൂർവ്വം ഈ നികുതിയിൽ നിന്നും ഒഴിവായിരുന്നു. അപ്പോൾ ഈ പറയുന്ന വോങ്തിയം എന്ന് പറയുന്ന നികുതി ആർക്ക് മാത്രം ബാധകമാണ്? ഫ്രാൻസിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് മാത്രം ബാധകമായിട്ടുണ്ടായിരുന്ന ഒരു നികുതിയായിരുന്നു വോങ്തിയം എന്ന് പറയുന്നത്. ബാക്കിയുള്ള ആൾക്കാർ, ഈ പുരോഹിതന്മാരാവട്ടെ പ്രഭുക്കന്മാരാവട്ടെ, അവരെ എന്ത് ചെയ്തിരുന്നു? വോങ്തിയം എന്ന് പറയുന്ന നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 1749 നിയമപ്രകാരം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും തങ്ങളുടെ വരുമാനത്തിന്റെ 1/20 ആർക്ക് നികുതിയായി നൽകണമായിരുന്നു? സർക്കാരിന് നികുതിയായിട്ട് നൽകണമായിരുന്നു. അപ്പോൾ ആ സമയത്ത് പ്രഭുക്കന്മാരും പുരോഹിതന്മാരും എന്ത് ചെയ്തു? രാജാവിന് ചെറിയൊരു തുക മാത്രം നൽകിക്കൊണ്ട് ഈ പറയുന്ന വോങ്തിയം എന്ന് പറയുന്ന നികുതിയിൽ നിന്നും അവരങ്ങ് ഒഴിവായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വോങ്തിയം നികുതി അടയ്ക്കുന്നത് ആര് മാത്രമാണ്? ഫ്രാൻസിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മാത്രമാണ്. നോക്കിക്കോ, തങ്ങളുടെ അവകാശങ്ങൾ നിലനിർത്തുന്നതിനായി രാജവാഴ്ചയെ എതിർക്കുന്നതിന് പുരോഹിതരും പ്രഭുക്കളും ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. അപ്പൊ പറയുന്നത് എന്താണ്? പ്രഭുക്കന്മാരും അതുപോലെ തന്നെ പുരോഹിതന്മാരും അവരെന്ത് ചെയ്തു? അവർ ഈ സ്വേച്ഛാധിപത്യ ഭരണത്തിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. കാരണം എന്താണ്? അവരുടെ ആവശ്യങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പൊ തങ്ങളുടെ ആവശ്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി രാജവാഴ്ചയെ എതിർക്കുന്നതിന് പുരോഹിതന്മാരും പ്രഭുക്കന്മാരും എന്ത് കാണിച്ചിരുന്നില്ല? മടി കാണിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. അടുത്ത നോക്കിക്കേ, മൂന്നാമത്തെ എസ്റ്റേറ്റ്.
മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉള്ളത് ആരാണ്ടാ? സാധാരണക്കാർ, കോമണേഴ്സ് ആണ് ഏതിലുള്ളത്? മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളത്. നോക്കിക്കേ, ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാര്, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാര്, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ആരാണുള്ളത്? മൂന്നാമത്തെ എസ്റ്റേറ്റിൽ സാധാരണക്കാരാണുള്ളത്. നോക്കിക്കേടാ, മധ്യവർഗവും തൊഴിലാളികളും കർഷകരും അടങ്ങുന്നതായിരുന്നു ഫ്രാൻസിലെ മൂന്നാമത്തെ എസ്റ്റേറ്റ്. ഇപ്പൊ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ആരൊക്കെയുണ്ട്? മധ്യവർഗമുണ്ട്, തൊഴിലാളികളുണ്ട്, കർഷകരുണ്ട്. ഇവരെ എന്താണെന്നറിയപ്പെടുവോടാ? കോമൺസ് അല്ലെങ്കിൽ സാധാരണക്കാരെന്ന് അറിയപ്പെട്ടു. അപ്പോൾ മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ് കോമൺസ് അല്ലെങ്കിൽ സാധാരണക്കാര്. ഇതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? മധ്യവർഗം ഉണ്ടായിരുന്നു, കർഷകരുണ്ടായിരുന്നു, അതുപോലെ തന്നെ ആരുണ്ടായിരുന്നു? തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഉൾക്കൊണ്ടിരുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിലെ ഭൂരിഭാഗം ജനങ്ങളും ദാരിദ്ര്യത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. നമുക്ക് ചിന്തിക്കാന്നുള്ളതാണല്ലേ. സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്തിട്ടാണ് ഈ പറയുന്ന രണ്ട് എസ്റ്റേറ്റിലെ ആൾക്കാരും ജീവിച്ചിരുന്നത്. അപ്പോൾ മൂന്നാമത്തെ എസ്റ്റേറ്റ് അറിയപ്പെടുന്ന പേരാണ് കോമൺസ്. അതിൽ ആരാണുള്ളത്? സാധാരണക്കാരാണുള്ളതെന്ന് പറഞ്ഞു. ഓക്കെ, അതിൽ കർഷകരുണ്ട്, തൊഴിലാളികളുണ്ട്, അതുപോലെ തന്നെ മധ്യവർഗമുണ്ട്. അവരെങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്? അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ദാരിദ്ര്യപൂർണമായിരുന്നു. നോക്കിക്കേടാ, തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിളവിന്റെ ഒരംശം മാത്രമാണ് കർഷകന് ലഭിച്ചിരുന്നത്. തങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന വിളവിന്റെ ഒരു ഭാഗം മാത്രമേ അന്ന് കർഷകന് ലഭിച്ചിരുന്നുള്ളൂ. ബാക്കിയെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള നികുതികളായിട്ട് ആർക്കൊക്കെ കൊടുക്കണമായിരുന്നു? ഒന്നാമത്തെ എസ്റ്റേറ്റിനും രണ്ടാമത്തെ എസ്റ്റേറ്റിനും ഇവർക്ക് നൽകണമായിരുന്നു. നോക്കിക്കേടാ, രാജാവിനും പള്ളിക്കും പ്രഭുവിനും വ്യത്യസ്തങ്ങളായ നികുതികൾ നൽകാൻ ആര് ബാധ്യസ്ഥരായിരുന്നു? സാധാരണക്കാരല്ലെങ്കിൽ കോമൺസ് ബാധ്യസ്ഥരായിരുന്നു. അതിനോടൊപ്പം തന്നെ പ്രതിഫലമില്ലാതെ അനേകം ജോലികൾ ചെയ്യാനും ഇവരെ നിർബന്ധിതരായിരുന്നു. അപ്പോൾ അവയിൽ ചിലതായിരുന്നു ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ സൈനിക സേവനം നടത്തുക. അതായത് ഇപ്പൊ സാധാരണക്കാരെ എന്ത് ചെയ്യുന്നു? ആവശ്യമുള്ള സമയങ്ങളിൽ സൈനിക സേവനം നടത്താൻ വേണ്ടിയിട്ട് നിർബന്ധിതരാക്കും. പക്ഷെ അവർക്ക് എന്തില്ല? അവർക്ക് പ്രതിഫലം കൊടുത്തിരുന്നില്ല. അതുപോലെ തന്നെ പൊതുനിരത്തുകൾ, ജലമാർഗങ്ങൾ, പാലങ്ങൾ തുടങ്ങിയവയുടെ മരാമത്ത് പണികൾക്ക് സൗജന്യ സേവനം നൽകുക. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പൊതുനിരത്തുകളിലാവട്ടെ, ജലമാർഗങ്ങളിലാവട്ടെ, പാലങ്ങളിലാവട്ടെ എന്തെങ്കിലുമൊക്കെ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ ഇതും ആരെ കൊണ്ട് ചെയ്യിക്കും? ഈ കോമൺസിനെ കൊണ്ട് ചെയ്യിക്കും. അവർക്ക് എന്ത് കൊടുക്കില്ല? പ്രതിഫലം കൊടുക്കില്ല. അപ്പോൾ ഈ കോമൺസ് എന്ത് ചെയ്തിരുന്നു? അവരുടെ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഭാഗവും നികുതിയായിട്ട് ആർക്ക് കൊടുക്കുമായിരുന്നു? ഒന്നാമത്തെ എസ്റ്റേറ്റിനും രണ്ടാമത്തെ എസ്റ്റേറ്റിനും കൊടുക്കുമായിരുന്നു. അതിനു പുറമെ അവരെ കൊണ്ട് എന്താണ്? പ്രതിഫലം ഇല്ലാതെ ജോലികൾ ചെയ്യിപ്പിക്കുമായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ജോലികളാണ് ഏതൊക്കെ? ഒന്നെന്ന് പറയുന്നത് സൈനിക സേവനം നടത്തുക, അതുപോലെ തന്നെ എന്താണ്? പൊതുമരാമത്തുകള്, ജലമാർഗങ്ങള്, പാലങ്ങൾ തുടങ്ങിയവയുടെയൊക്കെ എന്താണ്? അറ്റകുറ്റപ്പണികൾക്കൊക്കെ സൗജന്യ സേവനം നൽകുക എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? അപ്പോൾ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണേ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഓക്കെ, പുരോഹിതർ സാധാരണക്കാരിൽ നിന്നും പിടിച്ചെടുത്തിരുന്ന മതപരമായ നികുതിയാണ് ടൈത്. ശരിയല്ലേടാ? കർഷകരിൽ നിന്നും ഒന്നാമത്തെ എസ്റ്റേറ്റുകാർ പിടിച്ചിരുന്ന നികുതിയാണ് എന്തെന്ന് പറയുന്നത്? ടൈത് എന്ന് പറയുന്നത്. ശരിയാണ്. രണ്ടാമത്തേത്, ഗവൺമെന്റിലേക്ക് നൽകേണ്ടിയിരുന്ന വരുമാന നികുതിയായ വാങ്തിയോം അടയ്ക്കുന്നതിൽ നിന്നും പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും ഒഴിവാക്കിയിരുന്നു. നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ അല്ലെ? വാങ്തിയോം അടയ്ക്കുന്നതിൽ നിന്ന് പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും ഒഴിവാക്കി. പിന്നെ അത് ആർക്ക് മാത്രമായി? സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് മാത്രമായി. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിക്കാൻ പ്രഭുക്കന്മാർക്കുണ്ടായിരുന്ന അവകാശമാണ് കോർവി. അപ്പോൾ എന്താണ് കോർവി എന്ന് നമുക്കിനി പഠിക്കാവേ. അപ്പോൾ ഈ തന്നിരിക്കുന്ന എന്താണ്? മൂന്ന് പ്രസ്താവനകളും എന്താണ്? മൂന്ന് പ്രസ്താവനകളും ശരിയാണ്. 1, 2, 3 എന്താണ്ട? ശരിയാണ്. അപ്പം നമുക്കിനി കോർവി എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചധികം നികുതികൾ ഏതൊക്കെയാണെന്ന് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? ശ്രദ്ധിച്ചോടാ. പ്രഭുക്കന്മാര് സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്തിരുന്നത് നികുതികൾ അവരെ കൊണ്ട് അടപ്പിച്ചിട്ടാണ്. ഇതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് നികുതികളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് നോക്കിക്കേ, കോർവി. ഓക്കെ, എന്താണ് ഈ കോവി അല്ലെങ്കിൽ കോർവി എന്ന് പറയുന്നത്? ഒരു വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കുന്നതിനുള്ള അവകാശം. ഓക്കെ, അപ്പോൾ എന്താണ് കോർവി? വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കുന്നതിനുള്ള അവകാശമാണ് കോർവി എന്ന് പറയുന്നത്. ശരിയല്ലേടാ? ഇവിടെ പറയുന്നത് ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന
പ്രഭുക്കന്മാരുടെ അവകാശത്തിന് പറയുന്ന പേരാണ് എന്ത്? കോർവി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കോർവി? വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് എന്ത് ചെയ്യുന്നു? അവർക്ക് പ്രതിഫലം കൊടുക്കാതെ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതാണ് കോർവി അല്ലെങ്കിൽ കോവി എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് ബനാലിറ്റി. അപ്പോൾ എന്താണ് ബനാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഞ്ഞു നിർമ്മാണത്തിലെ കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതിയും, വീഞ്ഞു നിർമ്മാണത്തിലെ കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതിയും മുന്തിരിച്ചാറ്, റൊട്ടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ജന്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിനും കൊടുക്കേണ്ടി വരുന്ന വാടകയാണ് എന്തെന്ന് പറയുന്നത്? ബെനാലിറ്റി. അപ്പോൾ എന്താണ് ബെനാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം. എന്താണ്? ജന്മിമാർക്ക് കൊടുക്കേണ്ടിയിരുന്ന വാടക. എന്തിനൊക്കെ വേണ്ടിയിട്ട്? വീഞ്ഞു നിർമ്മാണത്തിന്റെ കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതിയും അതുപോലെ മുന്തിരിച്ചാറ്, റൊട്ടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ജന്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കേണ്ടി വരുന്നതിന്റെ വാടക. ഇതെല്ലാം എന്ത് ചെയ്യണം? നിർബന്ധമായും ഉപയോഗിക്കേണ്ടി വരും. അതിന് കൊടുക്കുന്ന വാടകയാണ് എന്തെന്ന് പറയുന്നത്? ബെനാലിറ്റി എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് നോക്കിക്കേടാ, ബൻവിൻ. എന്താണ് ബൻവിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന വീഞ്ഞിന്മേലുള്ള കുത്തക നികുതിയെ പറയുന്ന പേരാണ് ബൻവിൻ. അപ്പോൾ എന്താണ് ബൻവിൻ? കർഷകരെ തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന വീഞ്ഞിന്മേലുള്ള കുത്തക നികുതിയെ പറയുന്ന പേരാണ് എന്ത്? ബൻവിൻ എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നതാണ് പിയേഷ്. അപ്പോൾ എന്താണ് പിയേഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലം, റോഡ് എന്നിവയുടെ മേലുള്ള ചുങ്കത്തിനെ പറയുന്ന പേരാണ് പിയേഷ്. അപ്പോൾ എന്താണ് പിയേഷ്? പാലങ്ങൾ, റോഡ് എന്നിവയുടെ മേലുള്ള ചുങ്കത്തിനെ പറയുന്ന പേരാണ് പിയേഷ്. അവസാനം പറയുന്നു ടെറാഷ്. എന്താണ് ടെറാഷ്? ടെറാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്നും പിരിക്കുന്ന ഒരു പ്രത്യേകതരം കരത്തിനെ പറയുന്ന പേരാണ് എന്ത്? ടെറാഷ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് എന്താ? കോർവി. കോർവി എന്താ പറയുന്നേ? വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലമില്ലാതെ ജോലി ചെയ്യിപ്പിക്കാനുള്ള അവകാശത്തിന് പറയുന്ന പേരാണിത് കോർവി അല്ലെങ്കിൽ കോവി എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറഞ്ഞത് എന്താ? ബെനാലിറ്റി. എന്താണ് ബെനാലിറ്റി? വീഞ്ഞു നിർമ്മാണത്തിലെ കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതിയും അതുപോലെ മുന്തിരിച്ചാറ്, റൊട്ടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ജന്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കേണ്ടി വരുന്നതിന്റെ വാടകയാണ് ബെനാലിറ്റി എന്ന് പറയുന്നത്. അടുത്ത് പറഞ്ഞത് എന്താ? ബെൻവിൻ. എന്താണ് ബെൻവിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർഷകർ തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന വീഞ്ഞിന്റെ മേലുള്ള അധിക നികുതിയാണ് എന്തെന്ന് പറയുന്നത്? ബൻവിൻ എന്ന് പറയുന്നത്. പിയേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പാലങ്ങള്, റോഡുകള് എന്നിവയുടെ മേലുള്ള കരമാണ്, ചുങ്കമാണ് പിയേഷ് എന്ന് പറയുന്നത്. ടെറാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്നും പിരിക്കുന്ന പ്രത്യേകതരം കരത്തിനെ പറയുന്ന പേരാണ് എന്ത്? ടെറാഷ്. അപ്പോൾ ഈ ഒരു ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഈ ഒരു ബോക്സിൽ കൊടുത്തേക്കുന്ന കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്ക് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ക്വസ്റ്റ്യൻ പറയുന്നു 13-ാം നൂറ്റാണ്ടിൽ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും മേൽ ചുമത്തിയിരുന്ന നികുതി ഏതാണ്? കോവിയുണ്ട്, ടെറാഷ് ഉണ്ട്, ഗാബേൽ ഉണ്ട്, ബൻവിൻ ഉണ്ട്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഗാബേലാണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ സി ഗാബേലാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 13-ാം നൂറ്റാണ്ടിൽ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും മേൽ ചുമത്തിയിരുന്ന നികുതി ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഗാബേൽ. എന്താണ്? ഓപ്ഷൻ സി ഗാബേൽ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. എന്താണ് ഗാബേൽ എന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളത്തിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചോടാ. 13-ാം നൂറ്റാണ്ട് മുതൽ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും മേൽ ചുമത്തപ്പെട്ടിരുന്ന നികുതിയായിരുന്നു ഇത്. അപ്പോൾ 13-ാം നൂറ്റാണ്ട് മുതൽ എല്ലാ ഉൽപ്പന്നങ്ങളുടെ മേലും ചുമത്തിയിരുന്ന ഒരു നികുതിയാണ് എന്ത്? ഗാബേൽ എന്ന് പറയുന്നത്. 15-ാം നൂറ്റാണ്ട് മുതൽ ഇത് ഉപ്പിന് മാത്രമായി മാറി. അപ്പോൾ 13-ാം നൂറ്റാണ്ടിൽ ഇതെങ്ങനെയായിരുന്നു? എല്ലാ ഉൽപ്പന്നങ്ങളുടെ മേലും ചുമത്തപ്പെട്ടിരുന്ന നികുതിയായിരുന്നു ഏതെന്ന് പറയുന്നത്? ഗാബേൽ എന്ന് പറയുന്നത്. എന്നാൽ 15-ാം നൂറ്റാണ്ടായപ്പോൾ എന്തായടാ? ഇത് ഉപ്പിന് മാത്രമായി മാറി. തികച്ചും ജനവിരുദ്ധമായിട്ടുള്ള നികുതിയായിരുന്നു ഏതെന്ന് പറയുന്നത്? ഗാബേൽ എന്ന് പറയുന്നത്. അപ്പോൾ ഗാബേൽ എന്താണ്? 13-ാം നൂറ്റാണ്ടിൽ എല്ലാ സാധനങ്ങളുടെ മേലും ചുമത്തപ്പെട്ടിരുന്ന നികുതിയായിരുന്നു ഗാബേൽ. അങ്ങനെ 13-ാം നൂറ്റാണ്ടിലായിരുന്നു ഇതുണ്ടായിരുന്നത്. 15-ാം നൂറ്റാണ്ടായപ്പോൾ ഇതെന്തായി? ഉപ്പിന് മാത്രമായിട്ട് മാറി. അപ്പോൾ ഇതെന്താണ്? തികച്ചും ജനവിരുദ്ധമായിട്ടുള്ള ഒരു നികുതി ആയിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. എങ്ങനെയാണ് ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരെ എങ്ങനെയാണ് തിരിച്ചിരുന്നത്, അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട നികുതികൾ ഏതൊക്കെയാണ്,
എന്താണ് ഒന്നാം എസ്റ്റേറ്റിൽ ആര് വരും, രണ്ടാം എസ്റ്റേറ്റിൽ ആര് വരും, മൂന്നാം എസ്റ്റേറ്റിൽ ആര് വരും, എന്താണ് ദൈവദത്താധികാര സിദ്ധാന്തം എന്നിങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങളും പരീക്ഷയ്ക്ക് വരാനുള്ള ചോദ്യങ്ങളും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നേക്കാം എന്നുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്